നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാമദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. മുണ്ടൂർ പെരിങ്ങന്നൂർ റോഡിൽ പെട്രോൾ പമ്പിലെ ടാങ്കിന്റെ ചോർച്ച മൂലം സമീപത്തെ മലിനമായ 10ഓളം കിണറുകളിലെ വെള്ളം നാളെ നീക്കം ചെയ്യും. TCV ഇംപാക്ട്. 1087 ഗ്രാം പണയ സ്വർണം തട്ടിയ ബാങ്ക് മാനേജർ കൊടകര പോലീസിന്റെ പിടിയിലായി. എറണാകുളം സപ്തഗിരി ഫ്ളാറ്റിൽ താമസിക്കുന്ന അനന്തപത്മനാഭനാണ് പോലീസ് പിടിയിലായത്. തൃശൂർ KSRTC സ്റ്റാൻഡ് നവീകരണത്തിന് സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു. തൃശൂരിൽ ലോ ഫ്ലോർ ബസ് ഇടിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് KSRTC 2 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ആവർത്തിച്ചുപയോഗിക്കുന്ന എണ്ണയും തുടർച്ചയായി ചൂടാക്കി ഉപയോഗിക്കുന്ന ഭക്ഷണവും വിഷമയമാണെന്ന് ആരോഗ്യ വിദഗ്ധർ. ഫ്രൈഡ് ചിക്കൻ വിഭവങ്ങൾ പൊണ്ണത്തടിക്കും വന്ധ്യതയ്ക്കും കാരണമാകുന്നതായും റിപ്പോർട്ട്. പ്രധാന പാതകളിൽ മോട്ടോർ വാഹന വകുപ്പ് ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. ഗതാഗത നിയമം തെറ്റിക്കുന്നത് മൂലം സർക്കാരിലേക്ക് പിഴയായി ലഭിക്കുന്നത് കോടിക്കണക്കിന് രൂപ. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ മുസ്ലിം ലീഗ് ഒരു കറവ പശുവാക്കി മാറ്റിയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ബിരുദങ്ങളും യോഗ്യതകളും കമ്പോളങ്ങളിൽ വില കൊടുത്തു വാങ്ങുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളതെന്നും ബേബി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മുണ്ടൂർ പെരിങ്ങന്നൂർ റോഡിൽ പെട്രോൾ പമ്പിലെ ടാങ്കിന്റെ ചോർച്ച മൂലം സമീപത്തെ മലിനമായ 10ഓളം കിണറുകളിലെ വെള്ളം നാളെ നീക്കം ചെയ്യും. TCV വാർത്തയെ തുടർന്നാണ് നടപടി. പെട്രോൾ പമ്പിലെ ടാങ്കിന്റെ ചോർച്ച മൂലം സമീപത്തെ 10ഓളം വീടുകളിലെ കിണറുകൾ പെട്രോളും ഡീസലും കലർന്ന് മലിനമായതിനാൽ ഇവരുടെ കുടിവെള്ളം മുട്ടിയെന്ന വാർത്ത TCVയാണ് പുറത്തുവിട്ടത്. ഇതേ തുടർന്ന് പെട്രോൾ പമ്പ് അടച്ചുപൂട്ടാൻ പഞ്ചായത്ത് അധികൃതർ നേരത്തെ ഉത്തരവിട്ടിരുന്നു. കൂടാതെ പെട്രോൾ പമ്പിലെ മുഴുവൻ ഇന്ധനങ്ങളും നീക്കം ചെയ്തു. കൈപ്പറമ്പ് പഞ്ചായത്തിൽ ചേർന്ന വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പെട്രോളിയം കമ്പനി, പമ്പ് ഉടമ എന്നിവരുടെ സംയുക്ത യോഗത്തിലാണ് മലിനമായ കിണറുകളിലെ വെള്ളം വൃത്തിയാക്കി നൽകാൻ ഉത്തരവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭാരത് പെട്രോളിയം കമ്പനിയും പമ്പ് ഉടമയും ചേർന്ന് കിണറുകളിലെ മലിനമായ വെള്ളം പമ്പ് ചെയ്ത് വൃത്തിയാക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം. മലിനീകരണ നിയന്ത്രണ ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PB ശ്രീദേവി, ജില്ലാ സപ്ലൈ ഓഫീസർ K ജയചന്ദ്രൻ, ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ AL ലാസർ, പെരാമംഗലം SI TN സുധാകരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീലത, ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണൻ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ IJ ജയപ്രകാശൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സോഫി തോമസ്, വൈസ് പ്രസിഡന്റ് ജിമ്മി ചൂണ്ടൽ, സെക്രട്ടറി V ലിൻസ് ഡേവിസ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. പണയസ്വർണം തട്ടിയ ബാങ്ക് മാനേജർ കൊടകര പോലീസിന്റെ പിടിയിലായി. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള മൊണാസ്ട്രി റോഡ് സപ്തഗിരി ഫ്ളാറ്റിലെ താമസക്കാരനായ 33 വയസ്സുള്ള അനന്തപത്മനാഭനാണ് പോലീസ് പിടിയിലായത്. ധനലക്ഷ്മി ബാങ്കിന്റെ കൊടകര ബ്രാഞ്ച് മാനേജരായിരിക്കെ ബാങ്കിൽ പണയം വെച്ചിരുന്ന 1087 ഗ്രാം സ്വർണം ലോക്കറിൽ നിന്നെടുത്താണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. 2011 കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. 2011 ജൂലൈ മാസം മുതൽ 11 മാസമാണ് ഇയാൾ കൊടകര ബ്രാഞ്ചിൽ ജോലി ചെയ്തത്. ഇതിനു മുൻപ് ബാങ്കിന്റെ തന്നെ വയനാട് ബ്രാഞ്ചിലും ജോലി ചെയ്തിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയതിനു ശേഷം ജോലിക്കായി ദുബായിലേക്ക് കടക്കുകയായിരുന്നു പ്രതി. അനന്തപത്മനാഭന് പകരം ചുമതലയേറ്റ ഉദ്യോഗസ്ഥൻ നടത്തിയ പരിശോധനയിലാണ് സ്വർണം നഷ്ടപ്പെട്ടതായി മനസ്സിലായത്. തുടർന്ന് ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ദുബായിൽ നിന്ന് 4 ദിവസം മുൻപാണ് പ്രതി നാട്ടിൽ തിരിച്ചെത്തിയത്. വിവരമറിഞ്ഞ കൊടകര പോലീസ് ഇയാൾ പോകാനിടയുള്ള സ്ഥലങ്ങൾ രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്ന് കൊടകര CI C സുന്ദരൻ പറഞ്ഞു. പ്രതിയെ ചാലക്കുടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മദ്യപാന സ്വഭാവമുള്ള പ്രതി തട്ടിയെടുത്ത സ്വർണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചതായാണ് പോലീസിന്റെ സംശയം. തൃശൂർ KSRTC സ്റ്റാൻഡ് നവീകരിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. KSRTC സ്റ്റാൻഡിൽ ലോ ഫ്ലോർ ബസ് നിയന്ത്രണം വിട്ട് അന്ധരായ 2 പേർ മരിച്ച സംഭവത്തെ തുടർന്ന് ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാർക്ക് KSRTC സ്റ്റാൻഡിൽ കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലിക ക്രമീകരണം 1 മാസത്തിനകം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. യാത്രക്കാർക്ക് ബസ്സിലേക്ക് കയറിയിറങ്ങാനുള്ള സൗകര്യം അടിയന്തരമായി സജ്ജമാക്കും. ഇപ്പോഴുള്ള കച്ചവട സ്ഥാപനങ്ങൾ അടക്കമുള്ളവ പുനഃക്രമീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നിലവിലുള്ള സ്ഥലം ഫലപ്രദമായി ഉപയോഗിക്കുന്ന തരത്തിലാണ് KSRTC നവീകരിക്കുക. ഇതിന്റെ കരട് രൂപരേഖ തയ്യാറാക്കുന്നതിനായി KSRTC MD അധ്യക്ഷനായി 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. 2 മാസത്തിനകം സമിതിയോട് റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. MP, MLA തുടങ്ങി ജനപ്രതിനിധികളുമായി ആലോചിച്ച് 3 ഘട്ടങ്ങളിലായാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. KSRTC സ്റ്റാൻഡിൽ അപകടത്തിൽ മരിച്ച 2 പേർക്ക് 2 ലക്ഷം രൂപ വീതം നൽകും.
പ്രധാന റോഡുകളിൽ അന്തർക്കായി പ്രത്യേക റോഡ് ക്രോസിംഗ് സ്ഥാപിക്കും. വെള്ളവടിയുമായി എത്തുന്ന അന്തർക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കും. ഇവിടെ ശബ്ദത്തോടുകൂടിയ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കും. മോട്ടോർ വാഹന വകുപ്പിന് ഇതിന്റെ ചുമതല നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അന്തർക്കായി അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ KSRTC സ്റ്റാൻഡിന്റെ വികസനത്തിന് ജനപ്രതിനിധികൾ കൈകോർക്കുന്നു. വികസന പ്രവർത്തനത്തിന് തൃശൂർ കോർപ്പറേഷന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് മേയർ. KSRTC സ്റ്റാൻഡിൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് തൃശൂർ രാമനിലയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ജനപ്രതിനിധികൾക്കൊപ്പം അപകടസ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു യോഗം. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസനം മുന്നിൽ കണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച തേറമ്പിൽ രാമകൃഷ്ണൻ MLA ആവശ്യപ്പെട്ടു. KSRTC സ്റ്റാൻഡിൽ നവീകരണം നടപ്പിലാക്കുമ്പോൾ താൽക്കാലികമായി സ്റ്റാൻഡ് മാറ്റുന്നതിന് 5 ഏക്കർ സ്ഥലം കോർപ്പറേഷൻ വിട്ടു നൽകാൻ തയ്യാറാണെന്ന് മേയർ രാജൻ ജെ പല്ലൻ അറിയിച്ചു. ഇതിന് പകരം കോടിക്കണക്കിന് രൂപ വില വരുന്ന 25 സെന്റ് സ്ഥലം ശക്തന്റെ ഹൃദയഭാഗത്ത് തന്നെ KSRTCക്ക് നൽകിയിട്ടുള്ളത്. അത് രജിസ്ട്രേഷൻ വൈകാനുള്ള കാരണം നമുക്കറിയാം. രജിസ്ട്രേഷൻ ഫീസ് ഒഴിവാക്കി തരുന്നതിന് വേണ്ടി ഗവൺമെന്റിലേക്ക് അയച്ചിരിക്കുകയായിരുന്നു. അത് അനുവദിച്ച് കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട്. KSRTC റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന് വിട്ടു നൽകിയ സ്ഥലത്തിന് പകരമായി ശക്തന്റെ ഹൃദയഭാഗത്തായി KSRTCക്ക് കോർപ്പറേഷൻ സ്ഥലം വിട്ടു നൽകുമെന്ന് മേയർ പറഞ്ഞു. ഈ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ഫീസിന് ഇളവ് കിട്ടാൻ കോർപ്പറേഷനും TUDAയും സർക്കാരിന് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും എല്ലാ സഹായവും KSRTCക്ക് നൽകുമെന്നും മേയർ അറിയിച്ചു. KSRTC സ്റ്റാൻഡ് വികസന പ്രവർത്തനങ്ങൾക്ക് MP MLA ഫണ്ടുകൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ KSRTC തയ്യാറാകണമെന്ന് തൃശൂർ MPയെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്ത CPI അസിസ്റ്റന്റ് ജില്ലാ സെക്രട്ടറി P ബാലചന്ദ്രൻ ആവശ്യപ്പെട്ടു. KSRTC സ്റ്റാൻഡിൽ ശാസ്ത്രീയമായ പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തണമെന്ന് K രാധാകൃഷ്ണൻ MLA ആവശ്യപ്പെട്ടു. അപകടങ്ങൾ ഒഴിവാക്കാനാവശ്യമായ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കണമെന്നും MLA പറഞ്ഞു. വികസന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ അറിയിച്ചു. KSRTC സ്റ്റാൻഡിൽ രാത്രികാലങ്ങളിൽ കൂടുതൽ സ്ട്രീറ്റ് ലൈറ്റുകളും സെക്യൂരിറ്റി ജീവനക്കാരെയും നിയമിക്കണമെന്ന് ചർച്ചയിൽ പങ്കെടുത്ത KSRTC യൂണിയൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ. സോളാർ കേസിൽ തന്റെ ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റിയിട്ടുണ്ടെന്നും അതിന്റെ ഫലമാണ് കോടതി വിധിയെന്നും മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോളാറിന്റെ പേര് പറഞ്ഞ് സർക്കാരിനെ ഇളക്കാമെന്ന് ആരും കരുതേണ്ട. സരിതയുടെ ആരോപണങ്ങളും പുതിയ വിവാദങ്ങളും സർക്കാരിനെ ബാധിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. കാര്യം വരുമ്പോൾ ആ കാര്യത്തെ നമ്മൾ അസസ് ചെയ്യുന്നറിയാം. കേസിന്റെ ഇതേ രൂപത്തിൽ തന്നെ വന്നു TP ചന്ദ്രശേഖരൻ കേസിൽ. I did my duty. സോളാർ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും അവരുടെ പേര് വെളിപ്പെടുത്തുമെന്നുമുള്ള സരിതയുടെ ആരോപണം സംബന്ധിച്ച് വ്യക്തമായി പ്രതികരിക്കാൻ മന്ത്രി തയ്യാറായില്ല. എന്ത് വിവാദമുണ്ടായാലും അതൊന്നും സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കില്ലെന്നും കേസ് സംബന്ധിച്ച് താനെടുത്ത നിലപാടുകൾ ശരിയാണെന്ന് തെളിഞ്ഞതായും മന്ത്രി പറഞ്ഞു. TCV ന്യൂസ് ക്യാമ്പയിനോടെ പണം കൊടുത്ത് പാഷാണം. ആവർത്തിച്ചുപയോഗിക്കുന്ന എണ്ണയും തുടർച്ചയായി ചൂടാക്കി ഉപയോഗിക്കുന്ന ഭക്ഷണവും വിഷമയമാണെന്ന് ആരോഗ്യ വിദഗ്ധർ. ഫ്രൈഡ് ചിക്കൻ വിഭവങ്ങൾ പൊണ്ണത്തടിക്കും വന്ധ്യതയ്ക്കും കാരണമാകുന്നതായും റിപ്പോർട്ട്. വൃക്കരോഗവും ക്യാൻസറും വന്ധ്യതയും പൊണ്ണത്തടിയും പ്രമേഹവും കൊളസ്ട്രോളും വർദ്ധിച്ചു വരുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങൾ മലയാളിയുടെ ഭക്ഷണശീലങ്ങളിൽ വന്ന മാറ്റങ്ങളാണ്. ഫാസ്റ്റ് ഫുഡ് വിഭവങ്ങളാണ് പ്രധാനമായും പ്രതിക്കൂട്ടിലുള്ളത്. ഏറ്റവും അപകടം വിതയ്ക്കുന്നത് വറുക്കുന്നതും പൊരിക്കുന്നതുമായ വിഭവങ്ങളും അവ തയ്യാറാക്കുന്ന രീതിയുമാണ്. ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ തണുത്ത ശേഷം വീണ്ടും ചൂടാക്കുമ്പോൾ അത് വിഷമയമായി മാറുകയാണ്. ഇത്തരം എണ്ണകളിൽ തയ്യാറാക്കിയ ചിപ്സും ഉഴുന്നുവടയും പരിപ്പുവടയും ചിക്കനും ചില്ലി ഗോപിയുമെല്ലാം വിഷമാണെന്ന് സമ്പൂർണ്ണ സാക്ഷരതയുണ്ടെന്ന് നടിക്കുന്ന മലയാളി തിരിച്ചറിയാതെ പോകുകയാണ്. ഒരിക്കൽ പാകം ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം വീണ്ടും ചൂടാക്കുമ്പോൾ സംഭവിക്കുന്നതും ഇതേ പ്രശ്നം തന്നെയാണ്. ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗുണമേന്മയില്ലാത്ത സ്റ്റീൽ, അലുമിനിയം പാത്രങ്ങളും അപകടം വിതയ്ക്കുന്നവയാണ്. പാത്രങ്ങളിലെ നിക്കൽ, ബ്രോമിയം എന്നിവയുടെ അംശങ്ങൾ ആരോഗ്യത്തിന് ഏറെ ദോഷകരമാണ്. ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫാറ്റ് അടങ്ങിയ വനസ്പതി,
കേടാകാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമലിൻ കലർന്ന രാസപദാർത്ഥങ്ങൾ, എസൻസ്, കൃത്രിമ നിറങ്ങൾ എന്നിവയെല്ലാം രോഗം ക്ഷണിച്ചു വരുത്തുന്നവയാണ്. നമ്മുടെ ഹോട്ടലുകളിൽ നടത്തുന്ന പരിശോധനയിൽ ആവർത്തിച്ച് കാണുന്നതും ഇത്തരം ദോഷകരമായ രീതികളാണെന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കളറ് ഫുഡ് കളറിൽ അജിനോമോട്ടോ പിന്നെ കളറൊക്കെ ചേർത്ത ഫുഡുകളാണ് കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ പഴകിയ ഫുഡും ചിലയിടങ്ങളിൽ കാണപ്പെടാറുണ്ട്. പാം ഓയിൽ ഒരു 600 വരയ്ക്ക് ആവാം. അപ്പോൾ അതുകൊണ്ട് അത് 2-3 തവണ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ വെളിച്ചെണ്ണ ഒരു തവണ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പാടില്ല. അത് പിന്നെ ടോക്സിൻസ് ആകും. അപ്പോൾ അത് ക്യാൻസർ തുടങ്ങിയ മാരകമായ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത. സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് അവർ പറയും ചിലപ്പോൾ അത് പിന്നെ കളയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയും. പക്ഷെ അത് കളയാൻ വേണ്ടിയല്ല, റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് വെച്ചിട്ടുണ്ടാവുക. അത് സ്വാഭാവികമായിട്ട് നമ്മളത് പിടിച്ചെടുക്കാറുണ്ട്. പൂപ്പൽ പിടിച്ച ബന്നും സാൻഡ്വിച്ചും ബർഗറുമെല്ലാം പിടിച്ചെടുത്ത ഫാസ്റ്റ് ഫുഡ് കടക്കാരനോട് ഇതെല്ലാം എന്തിന് സൂക്ഷിച്ചുവെന്ന് ചോദിച്ചപ്പോൾ ലഭിച്ച മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു. പൂപ്പൽ പിടിച്ച ബന്നും ബർഗറും സാൻഡ്വിച്ചുമെല്ലാം മിക്സിയിലടിച്ച് കട്ട്ലേറ്റും വെജ് റോളും ഉണ്ടാക്കുമെന്നായിരുന്നു മറുപടി. മലയാളി ക്യൂ നിന്ന് വാങ്ങുന്ന പാക്കറ്റിലാക്കിയ ഫ്രൈഡ് ചിക്കൻ വിഭവങ്ങൾ ഇന്ന് സ്റ്റാറ്റസ് സിംബലാണ്. കൃത്രിമ ജനിതക പ്രക്രിയ വഴി വിരിയിച്ചെടുക്കുന്ന കോഴികളിൽ ഹോർമോണും ആന്റിബയോട്ടിക്സും കുത്തിവെച്ച് വളർത്തിയെടുത്ത് എത്ര കാലം കഴിഞ്ഞാലും കേടുകൂടാതെയിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സും ചേർത്ത് ഏതോ രാജ്യത്ത് എന്നോ തയ്യാറാക്കിയ വിഭവമാണ് നാം ആർത്തിയോടെ ഭക്ഷിക്കുന്നത്. പൊണ്ണത്തടിയും സ്തനാർബുദവും വന്ധ്യതയുമെല്ലാം ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളുടെ സൈഡ് എഫക്റ്റ് ആണെന്നാണ് വിദഗ്ധ അഭിപ്രായം. വെറുമൊരു മാഗി നിരോധിച്ചതുകൊണ്ട് മാത്രം ഇവിടെ ഒന്നും സംഭവിക്കില്ലെന്നും മാറേണ്ടത് മലയാളിയുടെ ഭക്ഷണ സംസ്കാരമാണെന്നുമാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് സുരക്ഷിത ഭക്ഷണം നൽകുന്നതിനായി ഓപ്പറേഷൻ രുചി പദ്ധതി നടപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാർ പറഞ്ഞു. ജങ്ക് ഫുഡുകളുടെ പരസ്യം നിയന്ത്രിക്കാൻ നടപടി സ്വീകരിക്കും. ഭക്ഷ്യവിഭവങ്ങളിൽ അമിതമായ കൊഴുപ്പ്, ഉപ്പ്, മധുരം എന്നിവ നിയന്ത്രിക്കും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിനായി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ലോകവ്യാപകമായി പ്രതിവർഷം എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. നമ്മളിന്ന് നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ സുരക്ഷിതമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് വഴി ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇന്ന് രോഗങ്ങൾ പലതരത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാന പാതകളിൽ മോട്ടോർ വാഹന വകുപ്പ് ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. മണ്ണുത്തി മുതൽ കൊരട്ടി വരെ 30 ക്യാമറകൾ കൂടി സ്ഥാപിക്കും. ഗതാഗത നിയമം തെറ്റിക്കുന്നത് മൂലം സർക്കാരിലേക്ക് പിഴയായി ലഭിക്കുന്നത് കോടിക്കണക്കിന് രൂപ. നിരത്തുകളിൽ ക്യാമറകൾ സ്ഥാപിച്ചതോടെ ഗതാഗത നിയമ ലംഘനത്തിന് മോട്ടോർ വാഹന വകുപ്പ് സർക്കാരിലേക്ക് പിഴയീടാക്കി നൽകുന്നത് കോടികളാണ്. ഒരു ദിവസം 1200 നിയമലംഘനം വരെ ക്യാമറയിൽ കുടുങ്ങും. അമിതവേഗം, ചുവന്ന ലൈറ്റ് മറികടന്നു പോകൽ, സീബ്ര ലൈൻ കടന്നും വാഹനം നിർത്തുക എന്നിവയാണ് പ്രധാനമായും ക്യാമറയിൽ പതിയുന്ന ഗതാഗത നിയമ ലംഘനങ്ങൾ. ജില്ലയിൽ മണ്ണുത്തി മുതൽ കൊരട്ടി വരെയുള്ള 4 വരിപ്പാതയിൽ നിയമലംഘനങ്ങൾ പിടികൂടാൻ 25 ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ മാസം ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. 30 ക്യാമറകൾ കൂടി സ്ഥാപിക്കും. ഇതോടെ ഈ റൂട്ടിൽ 55 ക്യാമറകളാകും. നിയമലംഘനം കണ്ടെത്തിയാൽ ഉടൻ പിഴയീടാക്കാൻ ജീവനക്കാരുടെ എണ്ണവും വർദ്ധിപ്പിക്കുന്നുണ്ട്. 4 വരിപ്പാതകളിൽ കാറുകളുടെ പരമാവധി വേഗം 90 കിലോമീറ്ററാണ്. ദേശീയപാതകളിൽ ഇത് 85-ഉം സംസ്ഥാന പാതയിൽ 80-ഉമാണ്. ഇതിനേക്കാൾ 2 കിലോമീറ്റർ വരെ വേഗം കൂടിയാലും ഇളവ് നൽകിയിട്ടുണ്ട്. ഇതിലും കൂടിയാൽ പിഴ ലഭിക്കും. ബസ്സുകളിൽ ഈ റോഡുകളിലെല്ലാം മണിക്കൂറിൽ 65 എന്ന വേഗപരിധി ഉണ്ടെങ്കിലും ഇത് പാലിക്കപ്പെടാറില്ല. സ്പീഡ് ഗവേണിംഗ് യന്ത്രം വേർപ്പെടുത്തിയാണ് ബസ്സുകളുടെ മരണപ്പാച്ചിൽ. ക്യാമറകൾ സ്ഥാപിച്ച സ്ഥലം കൃത്യമായി അറിയുന്നതിനാൽ ഇവിടെയെത്തുമ്പോൾ ഇവർ വേഗം കുറയ്ക്കുകയും ചെയ്യും. 4 വരിപ്പാതകളിൽ യാത്ര ചെയ്യേണ്ട വിധമറിയാത്തവർ ഇനി കുടുങ്ങും. നിയമം കർശനമാക്കാൻ DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 4 വരിപ്പാതകളിൽ മീഡിയനോട് ചേർന്ന് വലതുവശത്തുകൂടി പോകുന്ന വാഹനങ്ങൾക്ക് പിഴ ലഭിക്കും. 4 വരിപ്പാതയിലും ഇടതുവശം ചേർന്നാണ് വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടത്. വാഹനങ്ങൾ മീഡിയനോട് ചേർന്ന് വലതുവശം ചേർന്ന് പോകുന്നതിനാൽ ഇടതുഭാഗത്തുകൂടി ഓവർടേക്കിംഗ് പതിവാകുകയും ഇത് അപകടങ്ങൾ വരുത്തിവെക്കുകയുമാണ്. 4 വരിപ്പാതയിലും വലതുവശത്തുകൂടി മാത്രമേ ഓവർടേക്കിംഗ് അനുവദിക്കുകയുള്ളൂ. TCV, തൃശൂർ. അടിസ്ഥാന ലക്ഷ്യം തന്നെ പിന്തള്ളപ്പെടുന്ന അത്യന്തം അസംബന്ധമായ അവസ്ഥയിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. SFI സംസ്ഥാന സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ സെമിനാർ തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MA ബേബി. കമ്പോള വില നിശ്ചയിച്ച് മൊത്തത്തിൽ കരിഞ്ചന്ത കച്ചവടം നടത്തി വിദ്യാഭ്യാസ രംഗം പൂർണ്ണമായും സ്വാശ്രയവൽക്കരിക്കാനാണ് സർക്കാർ നീക്കം.
കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഒരു കറവപ്പശുവാക്കി മാറ്റിയിരിക്കുകയാണ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുസ്ലിം ലീഗ്. മേഖലയിലെ സ്വാശ്രയവൽക്കരണം വഴി അധ്യാപകർ വെറും കച്ചവട ഉപകരണങ്ങളായി മാറി. UDF സർക്കാർ സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നതോടെ സ്വാശ്രയ മാനേജ്മെന്റുകളുമായി ഉണ്ടാക്കിയ ധാരണയുടെ ഫലമായി പ്രതിവർഷം 1,00,000 ലക്ഷത്തോളം രൂപയാണ് വകുപ്പ് മന്ത്രിയും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയും കൈപ്പറ്റുന്നത്. ഇതോടെ കച്ചവടവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസ മേഖല എന്തു മൂല്യങ്ങളാണ് പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതെന്ന് ചിന്തിക്കണം. യോഗ്യതകളും ബിരുദങ്ങളും കമ്പോളത്തിൽ വിലയ്ക്ക് വാങ്ങുന്ന സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇത്തരം വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ വിദ്യാർത്ഥി സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം. കേന്ദ്രത്തിലും വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നത് മറിച്ചല്ല. RSS സംഘപരിവാർ അനുകൂലികളെ സാംസ്കാരിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ തലപ്പത്ത് കൊണ്ടുവരുന്നു. ഇതിലൂടെ വിദ്യാഭ്യാസം വർഗീയവൽക്കരിക്കാനുള്ള ഗൂഢനീക്കമാണ് BJP സർക്കാർ നടത്തുന്നത്. ഫാസിസ്റ്റ് സ്വഭാവം ആർജിച്ചുകൊണ്ടുള്ള ഭരണമാണ് മോദി സർക്കാർ നടത്താൻ ശ്രമിക്കുന്നതെന്ന് സംശയിക്കേണ്ട അവസ്ഥയാണ് നിലവിലെന്നും ബേബി കൂട്ടിച്ചേർത്തു. അരുണാട്ടുകര ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന ചടങ്ങിൽ SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ V ശിവദാസൻ, സംസ്ഥാന പ്രസിഡന്റ് ഷിജു ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ജനാധിപത്യത്തെ മാനിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം രാജ്യത്ത് നിലവിലില്ലാത്തതിനാൽ അടിയന്തരാവസ്ഥ വീണ്ടും വന്നേക്കാമെന്ന LK അദ്വാനിയുടെ പ്രസ്താവന ഏറെ ഗൗരവത്തോടെയാണ് കാണേണ്ടതെന്ന് നാടക സാംസ്കാരിക പ്രവർത്തകൻ MK റെയ്ന പറഞ്ഞു. SFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം തൃശൂർ അരണാട്ടുകരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MK റെയ്ന. BJP സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ BJPയുടെ മുതിർന്ന നേതാവ് തന്നെ ഇത്തരമൊരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നത് എന്തുകൊണ്ടും ഗൗരവമായി കാണേണ്ടതാണ്. വരും നാളുകളിൽ ഇന്ത്യയിലെ യുവജനങ്ങൾ ഊർജ്ജസ്വലമായ കരുത്തുറ്റ മുന്നേറ്റങ്ങൾ നടത്താൻ തയ്യാറാകണം. സാമ്രാജ്യത്വത്തിനും ജനവിരുദ്ധതയ്ക്കുമെതിരെ ആശയപരമായി ഐക്യത്തിലൂന്നിയുള്ള പ്രക്ഷോഭങ്ങൾ നടത്താനാകണം യുവാക്കൾ ശ്രമിക്കേണ്ടത്. വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്ര സർക്കാർ നടത്തുന്ന പല നയസമീപനങ്ങളും വിദ്യാർത്ഥി വിരുദ്ധമാണ്. ഇതിനെതിരായും SFI പോലുള്ള പ്രസ്ഥാനം കൂടുതൽ ശക്തമായി പ്രതികരിക്കാൻ മുന്നോട്ട് വരണമെന്നും റെയ്ന കൂട്ടിച്ചേർത്തു. CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, PK ബിജു MP, SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ V ശിവദാസൻ, സംസ്ഥാന പ്രസിഡന്റ് ഷിജു ഖാൻ, രക്തസാക്ഷികളായവരുടെ ബന്ധുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായി പതാക ഉയർത്തൽ, രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന എന്നിവയും നടന്നു. TCV ന്യൂസ്, തൃശൂർ. സമരങ്ങളിലും പ്രക്ഷോഭ പരിപാടികളിലും പ്രവർത്തകരുടെ പങ്കാളിത്തം കുറയുന്നതായി SFI സംസ്ഥാന സമ്മേളനത്തിൽ വിമർശനം. അരുണാട്ടുകര ടാഗോർ സെന്റിനറി ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലാണ് വിമർശനമുള്ളത്. സംഘടനയുടെ പ്രവർത്തനം സർക്കുലർ കമ്മിറ്റിയായി മാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. SFI ഭാരവാഹികളുടെ പ്രായപരിധി 25 ആക്കണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. ആതിഥേയരായ തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് പുറമെ എറണാകുളം, പത്തനംതിട്ട, കൊല്ലം ജില്ലാ കമ്മിറ്റികൾക്കെതിരെയും സമ്മേളനത്തിൽ വിമർശനമുയർന്നു. കണ്ണൂരിലെ M വിജിലനെ സംസ്ഥാന സെക്രട്ടറിയാക്കാനും ധാരണയായിട്ടുണ്ട്. വന്യജീവി ആക്രമണ ഭീഷണിയിൽ മരോട്ടിച്ചാൽ കാട്ടാനാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മലയോരവാസികൾ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുന്നു. കിഴക്കൻ മേഖലയായ മരോട്ടിച്ചാൽ, മാന്നാമംഗലം, വല്ലൂർ, പോത്തൂർ എന്നിവിടങ്ങളിലെ ജനവാസ മേഖലയാണ് കാട്ടാനയുടെയും പുലിയുടെയും ഭീതിയിൽ കഴിയുന്നത്. കഴിഞ്ഞ 3 ദിവസമായി വല്ലൂർ, പോത്തൂർ, മൈലി, കുറ്റുമുക്ക് എന്നിവിടങ്ങളിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. വേനാട്ടിൽ സാബു, പുളിക്കത്തറ ചന്ദ്രൻ, ചുങ്കത്ത് റപ്പായി, കപ്ലേക്കാട്ടിൽ ദേവസി തുടങ്ങിയവരുടെ കൃഷിയിടങ്ങൾ കാട്ടാനാക്രമണത്തിൽ നശിച്ചു. നേരം ഇരുട്ടി തുടങ്ങുമ്പോൾ തന്നെ കാട്ടാനക്കൂട്ടം വീടുകളുടെ പരിസരത്തേക്ക് എത്തുന്നതോടെ പ്രദേശവാസികൾ ഭീതിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 7:30യോടെ മരോട്ടിച്ചാൽ പോത്തൂർ SNDP ശാഖയ്ക്ക് മുന്നിലും സമീപത്തെ പറമ്പിലും കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചു. ഇതോടെ പരിഭ്രാന്തിയിലായ ജനങ്ങൾ പടക്കം പൊട്ടിച്ചും തീപ്പന്തം കത്തിച്ചുമാണ് കാട്ടാനക്കൂട്ടത്തെ വിരട്ടി ഓടിച്ചത്. 7 മണിയായപ്പോൾ മിനിങ്ങാന്ന് 7 മണിയായപ്പോൾ അവിടെ ഭയങ്കര ചിഹ്നം വിളി ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പടക്കമൊക്കെ പൊട്ടിച്ച് ആൾക്കാരൊക്കെ കൂടിയത്. ഞങ്ങളുടെ പറമ്പിലേക്ക് രാത്രിയിൽ 2 മണിയായി വന്നപ്പോഴേ ആദ്യത്തെ ദിവസം 8 മണിയായപ്പോൾ വന്നു. 8 മണിയായിട്ട് വന്നിട്ട് അന്ന് പടക്കം പൊട്ടിച്ച് വന്നങ്ങോട്ട് കയറിപ്പോയി. പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ വന്നുവെച്ചാൽ ഉടനെ വന്ന് താഴെ ഇറങ്ങിച്ച താനത്തിന് വാഴ മൊത്തം അങ്ങോട്ട് വെച്ച് പറിച്ച് തിന്നു. പ്രദേശത്ത് തെരുവുവിളക്കുകൾ കത്താത്തതിനാൽ റോഡിനോട് ചേർന്നുള്ള വീടുകളുടെ പരിസരങ്ങളിലേക്ക് കാട്ടാനക്കൂട്ടം എത്തുന്നത് പതിവായിരിക്കുകയാണ്. പറമ്പിലെ ചക്കയുൾപ്പെടെയുള്ള ഫലവൃക്ഷാദികൾ ഭക്ഷിക്കുന്നതിനായി എത്തുന്ന കാട്ടാനക്കൂട്ടം പലപ്പോഴും നേരം പുലരും വരെ ജനവാസ മേഖലയ്ക്കടുത്ത് നിലയുറപ്പിക്കുന്നതും പതിവാണ്. ഇതുമൂലം വെളുപ്പിന് റബ്ബർ ടാപ്പിങ്ങിനായി തോട്ടങ്ങളിലേക്ക് പോകാനും പറ്റാത്ത അവസ്ഥയാണ്. കാട്ടാനാക്രമണം തടയാൻ ചീരക്കുണ്ട് മുതൽ വല്ലൂർ വരെയുള്ള 5 കിലോമീറ്റർ വൈദ്യുതി കമ്പിവേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്രവർത്തനരഹിതമായിട്ട് 6 മാസം പിന്നിട്ടു. കാട്ടാന ശല്യം തടയാൻ പറമ്പുകളിൽ കുപ്പിവേലി കെട്ടിയിരിക്കുകയാണ്. കുപ്പിവേലിയിൽ ആന വന്നിടിക്കുന്ന ശബ്ദം കേട്ട് പടക്കം പൊട്ടിച്ച് ഓടിപ്പിക്കുക മാത്രമാണ് ഇപ്പോഴുള്ള ഏക പോംവഴി. വല്ലൂർ മുതൽ മൈലി, കുറ്റുമുക്ക് വരെയുള്ള 5 കിലോമീറ്റർ ദൂരം കൂടി
വൈദ്യുതി കമ്പിവേലി സ്ഥാപിക്കണമെന്നും കാട്ടാനയുടെ ആക്രമണത്തിൽ കൃഷി നശിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ. മരോട്ടിച്ചാൽ മേഖലയിലെ കാട്ടാന ശല്യം തടയാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുൻമന്ത്രി KP രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ കിസാൻ സഭാ പ്രവർത്തകർ മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കാട്ടാന ആക്രമണത്തിൽ മരോട്ടിച്ചാൽ മേഖലയിൽ വ്യാപകമായി കൃഷി നശിച്ചതിനെ തുടർന്നാണ് KP രാജേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച ശേഷം കുത്തിയിരിപ്പ് സമരം നടത്തിയത്. DFO മോഹൻലാലുമായി ഫോണിൽ ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. കാട്ടാന ആക്രമണം തടയാൻ സ്ഥാപിച്ച വൈദ്യുതി കമ്പിവേലി ഉടൻ പ്രവർത്തനക്ഷമമാക്കണമെന്ന് KP രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. കൃഷി നശിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു അടിയന്തര ഫണ്ട് മുടക്കി അനുവദിച്ച് ആ ഫെൻസിംഗ് ഇപ്പോൾ കെട്ടി നിർത്തിയിരിക്കുന്ന 5 കിലോമീറ്റർ ഫെൻസിംഗ് അത് പ്രവർത്തനക്ഷമമാക്കണം. അതാണ് ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ടത്. ഇലക്ട്രിസിറ്റി തടസ്സമില്ലാതിരിക്കണം. പിന്നെ എന്തൊക്കെ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയും അത് ആലോചിക്കണം. CPI ലോക്കൽ സെക്രട്ടറി KJ ആൻഡ്രൂസ്, കിസാൻ സഭ ജില്ലാ വൈസ് പ്രസിഡന്റ് TS മുരളീധരൻ, കിസാൻ സഭ മേഖലാ സെക്രട്ടറി KK ജോർജ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, തൃശൂർ. കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പലയിടത്തും മരങ്ങൾ വീണ് വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും കേടുപാടുണ്ടായി. നിരവധിയിടങ്ങളിൽ മരങ്ങൾ വീണ് വൈദ്യുതി പോസ്റ്റും ലൈനും തകരാറിലായിട്ടുണ്ട്. മതിലകം പുതിയകാവിൽ കൂറ്റൻമരം കടപുഴകി വീണ് വർക്ക്ഷോപ്പ് തകർന്നു. വർക്ക്ഷോപ്പിൽ റിപ്പയറിംഗിന് കൊണ്ടുവന്ന 2 കാറുകളും തകർന്നിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിച്ചതായി വർക്ക്ഷോപ്പ് ഉടമ കൊടുങ്ങല്ലൂർ സ്വദേശി PK ധർമ്മരാജൻ പറഞ്ഞു. പെരിഞ്ഞനത്ത് വാഗമരം വീണ് കൊല്ലാറ ദിലീപിന്റെ ഓടിട്ട വീട് ഭാഗികമായി തകർന്നു. പെരിഞ്ഞനം വെസ്റ്റ് പനപ്പറമ്പിൽ പ്ലാവ് ഒടിഞ്ഞു വീണ് തയ്യിൽ ഉണ്ണികൃഷ്ണന്റെ ചായക്കട തകർന്നു. പെരിഞ്ഞനം വെസ്റ്റിൽ തെങ്ങ് വീണ് പള്ളത്ത് അനിൽകുമാറിന്റെ വീടിനോട് ചേർന്നുള്ള വിറകുപുരയും മതിലും തകർന്നു. കനത്ത മഴയിൽ വഞ്ചിപ്പുരയിൽ മുള്ളക്കര മമ്മൂഷാന്റെ വാർക്ക വീടിന്റെ പിൻഭാഗത്ത് ഓടുമേഞ്ഞിട്ടുള്ള അടുക്കള ഭാഗം തകർന്നു. മമ്മൂഷാന്റെ ഭാര്യ കയ്യുമോന് തലയിൽ ഓടുവീണ് നിസ്സാര പരിക്കേറ്റു. കുരിക്കുഴി 18 മുറിയിൽ തെങ്ങ് കടപുഴകി വീണ് കളപ്പറമ്പത്ത് അബുവിന്റെ ഓടിട്ട വീടും വീടിന്റെ പിൻഭാഗത്തുണ്ടായിരുന്ന ആട്ടിൻകൂടും തകർന്നു. ശക്തമായ കാറ്റിൽ അളകപ്പനഗർ വെണ്ടൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. നിരവധി വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണു. ESIക്ക് സമീപം മാവ് വീണ് കുറ്റൂക്കാരൻ ജോർജിന്റെ വീടിന്റെ പുറകുവശം തകർന്നു. അളകപ്പനഗർ INTUC ഓഫീസ് കോമ്പൗണ്ടിൽ നിന്നിരുന്ന തേക്ക് മരം കടപുഴകി വീണു. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്. കുണ്ടുപറമ്പിൽ പോൾ, തെക്കുംപുറം പൊറിഞ്ചു എന്നിവരുടെ വീടിന്റെ മുകളിലെ ഷീറ്റ് ശക്തമായ കാറ്റിൽ പറന്നുപോയി. അളകപ്പനഗർ ടെക്സ്റ്റൈൽ, സ്പിന്നിംഗ് മിൽ, ഗോഡൌൺ, സ്റ്റോർ റൂം, മാനേജറുടെ ഓഫീസ് എന്നീ കെട്ടിടങ്ങളുടെ ഓടുകളും ഷീറ്റും കാറ്റിൽ തകർന്നു വീണു. മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി കമ്പികളിൽ പാഴ്മരങ്ങൾ കടപുഴകി വീണ് KSEB ആമ്പല്ലൂർ സെക്ഷന്റെ കീഴിൽ വരുന്ന ഭാഗങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. പഞ്ചായത്ത് ഹൈസ്കൂളിന് സമീപം റോഡിലേക്ക് തണൽമരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. TCV തൃശൂർ. ഗുരുവായൂർ കോട്ടപ്പടിയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് അച്ഛനും മകൾക്കും പരിക്കേറ്റു. കോട്ടപ്പടി പൂക്കോട്ടിൽ വേണുവിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. വീട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന വേണുവിനും മകൾ സുവർണയ്ക്കുമാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ രാവിലെ 5ഓടെയായിരുന്നു സംഭവം. തൊട്ടടുത്ത പറമ്പിലെ തെങ്ങ് ശക്തമായ കാറ്റിൽ കടപുഴകി വേണുവിന്റെ വീടിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. മേൽക്കൂര ഭാഗികമായി തകർന്നു. ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി വേണു പറഞ്ഞു. കനത്ത മഴയിലും കാറ്റിലും പുന്നിയൂർക്കുളം പുന്നിയൂർ മേഖലയിൽ വ്യാപക നാശം. വിവിധ സ്ഥലങ്ങളിൽ മരം വീണു. ശക്തമായ മിന്നലിൽ വീടുകളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കേടായി. മിന്നലിൽ നിന്ന് 2 യുവാക്കൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇന്ന് ഉച്ചയ്ക്കാണ് 3 മിനിറ്റ് നീണ്ടുനിന്ന ചുഴലിക്കാറ്റ് വീശിയത്. നാക്കോല ചെറായി പടിഞ്ഞാറക്കര ക്ഷേത്രത്തിലെ നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഇലഞ്ഞിമരം കടപുഴകി. മാവ്, തെങ്ങ് എന്നിവയും ഇതോടൊപ്പം വീണു. സമീപത്തെ കളരിയുടെ മേൽക്കൂര ഭാഗികമായി തകർന്നു. കാറ്റിലും മഴയിലും പുന്നിയൂർക്കുളം 4-ാം വാർഡിലെ ചേരപ്പറമ്പിൽ കൗസല്യയുടെ വീടിന് മുകളിലേക്ക് ഐനിമരം കടപുഴകി വീണ് അടുക്കള ഭാഗം തകർന്നു. വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. തെങ്ങ് കടപുഴകി വീണ് വടക്കേക്കാട് 4-ാം കല്ല് കൊണ്ടോട്ടിപ്പറമ്പിൽ അമ്മിണിയുടെ വീട്ടിലെ കുളിമുറി തകർന്നു. കൊച്ചന്നൂർ ഹൈസ്കൂളിന് സമീപം വാലിപ്പറമ്പിൽ ഉസ്മാന്റെ വീടിന്റെ മതിൽ തകർന്നു വീണു. സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന മതിലാണ് തകർന്നത്. റംസാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ ധന്യതയിൽ വിശ്വാസികൾ. നോമ്പിന്റെ 2-ാം നാളിലാണ് ഇക്കുറി ആദ്യത്തെ വെള്ളിയാഴ്ച കടന്നുവന്നത്. മസ്ജിദുകൾ നിറഞ്ഞു കവിഞ്ഞ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം റംസാനിലെ ആദ്യത്തെ ജുമാ നമസ്കാരത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ പ്രാർത്ഥിക്കാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്.
ഒല്ലൂരിൽ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. തൈക്കാട്ടുശ്ശേരി നെല്ലിപ്പറമ്പിൽ മോഹനൻ മകൻ 28 വയസ്സുള്ള അജീഷാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിൽ ഒല്ലൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് വെച്ചായിരുന്നു അപകടം. കാട്ടൂരിൽ പാടത്ത് പച്ചിലമരുന്ന് ശേഖരിക്കാൻ പോയ വൃദ്ധൻ വെള്ളത്തിൽ വീണ് മരിച്ചു. കാട്ടൂർ പൊഞ്ഞനം ശ്രീകാളീശ്വരി കോളനി തൃപ്പുണത്ത് വീട്ടിൽ 67 വയസ്സുള്ള കൊച്ചുമോനാണ് മരിച്ചത്. ഇന്നുച്ചയ്ക്ക് 1:30യോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഗുരുതര കരൾ രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന അഞ്ജന സുമനസ്സുകളുടെ കാരുണ്യം കാത്തുനിൽക്കാതെ യാത്രയായി. കുഞ്ഞുവയർ വലുതാകല്ലേ എന്ന പ്രാർത്ഥനയോടെ കാവലിടുന്ന അമ്മയ്ക്ക് ഇനി മകൾ കണ്ണീരോർമ്മ. 5.5 മാസം പ്രായമുള്ള മകൾ അഞ്ജനയുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി അമ്മ സുമ കണ്ണീരോടെ അലഞ്ഞ യാത്രകൾക്ക് അഞ്ജനയുടെ മരണത്തോടെ വിരാമമായി. പറപ്പൂർ മനപ്പാട്ടുപറമ്പ് കോളനിയിൽ പാർലിവളപ്പിൽ അശോകൻ സുമ ദമ്പതികളുടെ മകളാണ് അഞ്ജന. പക്ഷാഘാതം വന്ന് അശോകൻ കിടപ്പിലായതിന് തൊട്ടുപിറകെയായിരുന്നു ഇവരുടെ ദരിദ്ര കുടുംബത്തിനുമേൽ ഇരുട്ടടിയായി അഞ്ജനയുടെ രോഗം കൂടിയെത്തിയത്. ചികിത്സയ്ക്ക് പണം കടം വാങ്ങാൻ പോലും ഒരാൾ സഹായമില്ലാതെ പകച്ചുനിന്ന സുമയ്ക്ക് കൂട്ടായി അഞ്ജനയുടെ ജീവൻ തിരിച്ചുപിടിക്കാൻ ഒരു നാടിന്റെ പരിശ്രമങ്ങളും സുമനസ്സുകളുടെ പ്രാർത്ഥനകളും സഹായങ്ങളും എത്തിത്തുടങ്ങിയതായിരുന്നു. മകളുടെ ജീവനു വേണ്ടി വാതിലുകളായ വാതിലുകളെല്ലാം മുട്ടി സഹായം അഭ്യർത്ഥിച്ച അമ്മ സുമയുടെ കണ്ണീർ മാധ്യമങ്ങളിലൂടെ കണ്ടും വായിച്ചുമറിഞ്ഞ പലരും സഹായത്തിന്റെ കുരുന്നു വെളിച്ചങ്ങളുമായെത്തി. എന്നാൽ കരുണ നിറഞ്ഞ മനസ്സുകളോടെല്ലാം വിടചൊല്ലി വ്യാഴാഴ്ച രാത്രി 8:30 അഞ്ജന കുരുന്നു ജീവിതത്തിലെ വേദനകളെല്ലാം അവസാനിപ്പിച്ച് മരണത്തിന് കീഴടങ്ങി. തിരുവനന്തപുരം അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അഞ്ജന. വെള്ളിയാഴ്ച രാവിലെ 10-ന് തുളൂർ ഗ്രാമപഞ്ചായത്ത് ശ്മശാനത്തിൽ നടന്ന സംസ്കാര ചടങ്ങിൽ അഞ്ജനയ്ക്ക് യാത്രാമൊഴിയേകാൻ ഒരു നാട് ഒന്നാകെ എത്തിയിരുന്നു. TCV പാവറട്ടി. മഴക്കാലത്തിന് മുന്നോടിയായി കാന വൃത്തിയാക്കാൻ തൃശൂർ കോർപ്പറേഷൻ ചിലവാക്കിയത് 1 കോടി രൂപ. 55 ഡിവിഷനുകളിലെ കാനയും തോടും വൃത്തിയാക്കാനാണ് ഇത്രയും തുക ചെലവിട്ടത്. ടെൻഡർ വിളിക്കാതെയാണ് ഇത്രയും തുക ഒരു കരാറുകാരന് നൽകിയതെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. 31-ാം ഡിവിഷൻ കൗൺസിലർ ജോൺ കാഞ്ഞിരത്തിങ്കലാണ് തോട് വൃത്തിയാക്കിയതിന് പണം ചിലവിട്ടതിലെ ക്രമക്കേടിനെക്കുറിച്ച് ആരോപണം ഉയർത്തിയത്. തന്റെ ഡിവിഷനിൽ തോട് വൃത്തിയാക്കാൻ 5.5 മണിക്കൂർ JCB പ്രവർത്തിപ്പിച്ചതിന് 1,70,000 രൂപയാണ് ബില്ലിട്ടതെന്ന് ജോൺ കാഞ്ഞിരത്തിങ്കൽ പറഞ്ഞു. ഇതുപോലെ 55 ഡിവിഷനുകളിലും വൻ തുകയാണ് തോട് വൃത്തിയാക്കിയതിന്റെ പേരിൽ എഴുതി തള്ളിയത്. നിസ്സാര കാശിന് ഒരു മാക്സിമം ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ 55 ഡിവിഷനിൽ തോട് വൃത്തിയാക്കാം. അതിന് വേണ്ടി 1 കോടി രൂപ എസ്റ്റിമേറ്റ് എടുത്താണ്. ഈ 1 കോടി രൂപ എടുത്തതിന് ഞാൻ പറഞ്ഞു 2 ഡിവിഷന്റെ കാര്യമില്ല. അതേപോലെ മറ്റ് 54 ഡിവിഷൻ അങ്ങനെയാണ്. ഇതിന് പ്രതികരിക്കില്ല ആരും. അത് ആരും മിണ്ടിയില്ലെങ്കിൽ. ഗുരുവായൂർ നഗരസഭ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ മാലിന്യം നീക്കം ചെയ്യാനുള്ള പദ്ധതി അട്ടിമറിച്ചത് ഉദ്യോഗസ്ഥർക്കിടയിലെ ചേരിപ്പോരാണെന്ന് കൗൺസിൽ യോഗത്തിൽ വ്യക്തമായി. നഗരസഭാ സെക്രട്ടറിയും മുനിസിപ്പൽ എഞ്ചിനീയറും തമ്മിലുള്ള തർക്കമാണ് മാലിന്യം നീക്കം തടസ്സപ്പെടാൻ കാരണമെന്ന് ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ ഒന്നടങ്കം ആരോപിച്ചു. ട്രഞ്ചിംഗ് ഗ്രൗണ്ടിലെ മാലിന്യം നീക്കുന്നത് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് ഉദ്യോഗസ്ഥ മേധാവികൾ തമ്മിലുള്ള തർക്കം മറനീക്കി പുറത്തുവന്നത്. മാലിന്യം നീക്കാൻ കൗൺസിൽ ഏകകണ്ഠമായി തീരുമാനിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതിനെ തുടർന്ന് കോഴിക്കോട് ആസ്ഥാനമായ കമ്പനി മാലിന്യ നീക്കത്തിന് തയ്യാറാകുകയും ചെയ്ത പദ്ധതിയാണ് നടക്കാതെ പോയത്. 3 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ നഗരസഭാ സെക്രട്ടറിക്കും മുനിസിപ്പൽ എഞ്ചിനീയർക്കും പറയാനുള്ളത് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കം പരസ്യമായത്. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിൽ പറഞ്ഞതുപോലെ മാലിന്യ നീക്കത്തിന്റെ ചുമതല ഏറ്റെടുക്കാൻ മുനിസിപ്പൽ എഞ്ചിനീയർ വിസമ്മതിച്ചതാണ് താൻ കരാർ ഒപ്പിടാതിരിക്കാൻ കാരണമെന്ന് സെക്രട്ടറി വിശദീകരിച്ചു. മാലിന്യ നീക്കത്തിന്റെ നിരീക്ഷണ ചുമതല ഓവർസിയർക്കും മേൽനോട്ടത്തിനുള്ള തന്റെ അധികാരം അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും കൈമാറുകയാണ് മുനിസിപ്പൽ എഞ്ചിനീയർ ചെയ്തതെന്ന് സെക്രട്ടറി പറഞ്ഞു. സർക്കാർ നൽകാത്ത അധികാരമാണ് മുനിസിപ്പൽ എഞ്ചിനീയർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചതെന്ന് സെക്രട്ടറി വിശദീകരിച്ചു. എന്നാൽ കരാർ വൈകിയതിന് കാരണം താനല്ലെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ PS സുരേഷ് വ്യക്തമാക്കി. വകുപ്പ് മേധാവി എന്ന നിലയിൽ തനിക്കുള്ള അധികാരം തന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് താൻ വിനിയോഗിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ചുമതല നൽകിയതെന്ന് സുരേഷ് പറഞ്ഞു. ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കമാണ് മാലിന്യ നീക്കം വൈകിപ്പിച്ചതെന്ന് വ്യക്തമായതോടെ ഇവർക്കെതിരെ നടപടി വേണമെന്ന് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഒടുവിൽ അടിയന്തരമായി കരാർ ഒപ്പിടാൻ തീരുമാനമെടുത്താണ് കൗൺസിൽ പിരിഞ്ഞത്. ചെയർമാൻ PS ജയൻ അധ്യക്ഷനായിരുന്നു. കോടന്നൂരിൽ വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ് മരിച്ച കോടന്നൂർ സ്വദേശികളായ ചുമ്മാരുവിനും സലീഷിനും നാടിന്റെ കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ കോടന്നൂർ കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി നാട്ടുകാരും ജനപ്രതിനിധികളും എത്തിയിരുന്നു. CPM ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ, DCC വൈസ് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KV ദാസൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR ശ്രീനിവാസൻ, പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു അശോകൻ തുടങ്ങി നിരവധി പ്രമുഖർ അന്തിമോപചാരം
സംസ്കാരം അർപ്പിച്ചു. തുടർന്ന് ഇരുവരുടെയും വീടുകളിലേക്ക് മൃതദേഹങ്ങൾ വിലാപയാത്രയായി കൊണ്ടുപോയി. സലീഷിന്റെ സംസ്കാരം വടൂക്കര SNDP ശ്മശാനത്തിലും ചുമാരുവിന്റെ സംസ്കാരം അമ്മാടം സെന്റ് ആന്റണീസ് പള്ളിയിലും നടന്നു. മരിച്ചവരോടുള്ള ആദരസൂചകമായി ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 6 വരെ കോടന്നൂർ മേഖലയിൽ ഹർത്താൽ ആചരിച്ചു. വായന അടിസ്ഥാന ശീലമാക്കണമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ പറഞ്ഞു. വായനാ വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂരിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഴത്തിലുള്ള വായന അറിവ് മാത്രമല്ല, വിവേകവും വിനയവും വർദ്ധിപ്പിച്ച് നല്ല മനുഷ്യനാക്കാൻ സഹായിക്കും. അതിനാൽ വിദ്യാർത്ഥികളിൽ വായനാശീലം വളർത്തണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകൻ KPN നമ്പീശനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ M ഉസ്മാൻ, ഡിവിഷൻ കൌൺസിലർ പുല്ലാട്ട് സരളാദേവി, ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് മുരളി പെരുന്നല്ലി, ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ MS അലിക്കുഞ്ഞ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PC സുരേഷ് കുമാർ, വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക KK ലത, R രാജു പ്രദീപ്, KK സീതാരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. വായനാ വാരാചരണം ഈ മാസം 25 വരെ നീണ്ടുനിൽക്കും. തൃപ്രയാറിൽ സ്വകാര്യ വ്യക്തിക്ക് തണ്ണീർത്തടത്തിന്റെ ഒരു ഭാഗം നികത്തി വീട് വയ്ക്കാൻ നൽകിയ അനുമതി സബ് കളക്ടർ റദ്ദാക്കി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. തൃപ്രയാർ TSTA ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ തെക്ക് ഭാഗത്ത് വർഷങ്ങളായി തോടും ചിറയും ഉൾപ്പെടുന്ന 88 സെന്റ് ഭൂമിയാണ് വിവാദത്തിലായത്. നാട്ടിക സ്വദേശി പയ്യപ്പാട്ട് സുരേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഭൂമി. 88 സെന്റിൽ 10 സെന്റ് ഭൂമിയിൽ വീട് വയ്ക്കുന്നതിനാവശ്യമായി അനുമതിക്കായി ഭൂവുടമ സബ് കളക്ടർ മീർ മുഹമ്മദ് അലിക്ക് അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷ പരിഗണിച്ച സബ് കളക്ടർ ഇക്കഴിഞ്ഞ ഏപ്രിൽ 25-ന് 10 സെന്റ് ഭൂമി നികത്താൻ ഭൂവുടമയ്ക്ക് അനുമതി നൽകി. എന്നാൽ സബ് കളക്ടറുടെ ഉത്തരവ് ലംഘിച്ച് ഭൂവുടമ 10 സെന്റ് ഭൂമിക്ക് പകരം 88 സെന്റ് ഭൂമിയും ചരലടിച്ച് നികത്തുകയായിരുന്നു. TSTA ഇൻഡോർ സ്റ്റേഡിയം ഉൾപ്പെടുന്ന പ്രദേശത്തെ സാധാരണ ഭൂമിയുടെ തറ വിസ്താരത്തിൽ നിന്ന് 2.5 അടിയോളം കൂടുതൽ ഉയർത്തിയാണ് വിവാദ ഭൂമി നികത്തിയത്. ഇത് പ്രദേശം കനത്ത വെള്ളക്കെട്ടിനിടയാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ സബ് കളക്ടർക്ക് പരാതി നൽകിയത്. തുടർന്ന് സബ് കളക്ടർ ഇത് സംബന്ധിച്ച് നാട്ടിക വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. നികത്താൻ അനുമതി നൽകിയ 10 സെന്റ് മാത്രമല്ല, മൊത്തം 88 സെന്റ് ഭൂമിയും ഭൂവുടമ നികത്തിയെന്നായിരുന്നു വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട്. ഇതേ തുടർന്ന് അനുമതി നൽകിയ സബ് കളക്ടർ തന്നെ അതേ അനുമതി റദ്ദാക്കുകയും ചെയ്തു. സബ് കളക്ടറുടെ നടപടിക്ക് പിന്നാലെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ജില്ലാ കളക്ടറെയും പരാതിയുമായി സമീപിച്ചു. 10 സെന്റ് ഭൂമി നികത്തണമെന്ന സബ് കളക്ടറുടെ ഉത്തരവ് ഭൂവുടമ ലംഘിച്ചതിനാൽ നികത്തിയ 88 സെന്റ് ഭൂമിയും പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി വേണമെന്നായിരുന്നു പരാതി. ഭൂവുടമയുടെ സ്വന്തം ചെലവിൽ തന്നെ മണ്ണ് നീക്കം ചെയ്യണമെന്നും പൂർവ്വസ്ഥിതിയിലാക്കുന്ന ഭൂമി പൊതുലേലം വെച്ച് കൃഷിക്കായി ഉപയോഗിക്കണമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതേ തുടർന്ന് ഒരാഴ്ചയ്ക്കകം മണ്ണ് നീക്കം ചെയ്യാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. TCV തൃപ്രയാർ. പുതുക്കാട് കണ്ണമ്പുത്തൂരിൽ വ്യാപകമായ കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവും നടക്കുന്നത് ചോദ്യം ചെയ്ത യുവാവിന്റെ വീട് കയറി ആക്രമിച്ചു. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. മനക്കൽ വീട്ടിൽ വിനോദ്, ഭാര്യ ശ്രീമ, മകൾ 5 വയസ്സുകാരി ദേവന എന്നിവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ഇവർ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വിനോദിന്റെ വീടിന്റെ സമീപത്ത് രാത്രികാലങ്ങളിൽ യുവാക്കൾ കൂട്ടമായിരുന്ന് കഞ്ചാവ് വലിക്കുന്നത് കണ്ടതിനെ തുടർന്ന് ചോദ്യം ചെയ്യുകയായിരുന്നു. കഞ്ചാവ് ലഹരിയിൽ അമിത വേഗത്തിൽ വാഹനങ്ങൾ ഓടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. സമീപവാസിയായ യുവാവിനോട് സംഭവത്തെക്കുറിച്ച് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് വീടുകയറി ആക്രമണത്തിന് പിന്നിലെന്ന് വിനോദ് പറഞ്ഞു. 6 പേരടങ്ങുന്ന സംഘം മാരകായുധങ്ങളുമായി എത്തി വീടിന്റെ വാതിൽ തള്ളിത്തകർത്ത് ഇവരെ മർദ്ദിക്കുകയായിരുന്നു. സമീപവാസിയായ യുവാവാണ് വിനോദിനെ ഫോണിൽ വിളിച്ച് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടത്. പുറത്തേക്കിപ്പോൾ വരാൻ കഴിയില്ലെന്ന് വിനോദ് പറഞ്ഞപ്പോൾ വീടുകയറി ആക്രമിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കണ്ണമ്പുത്തൂർ, വളഞ്ഞുപ്പാടം, കാഞ്ഞൂർ മേഖലയിൽ വ്യാപകമായി കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവും നടക്കുന്നതറിഞ്ഞ് പുതുക്കാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയ സമയത്താണ് വീടുകയറി ആക്രമണം നടന്നിട്ടുള്ളത്. TCV ന്യൂസ്, പുതുക്കാട്. കൊടിക്കൂറുകൾക്കും നൃത്തവസ്ത്രങ്ങൾക്കും വർണ്ണങ്ങളുടെ വിസ്മയം തീർത്ത് ശ്രദ്ധേയനായ തളിക്കുളം സ്വദേശി മാധവൻ ഓർമ്മയായി. ശ്വാസകോശ തടസ്സത്തെ തുടർന്ന് ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. തയ്യൽ വേലയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് 84-കാരനായ തളിക്കുളങ്ങര മാധവനുള്ളത്. സാധാരണ വസ്ത്രങ്ങൾ തയ്ച്ചു തുടങ്ങിയ മാധവന്റെ കരവിരുത് പ്രകടമായി തുടങ്ങിയത് കൊടിക്കൂറകളും നൃത്തവസ്ത്രങ്ങളും രൂപപ്പെടുത്തിയത് മുതലാണ്. കഴിഞ്ഞ 18 വർഷമായി തൃശൂർ പൂരത്തിന് പാറമേക്കാവ് ദേവസ്വത്തിനുള്ള കൊടിക്കൂറ നിർമ്മിക്കുന്നത് മാധവനായിരുന്നു. സിംഹരൂപവും ചന്ദ്രക്കലയും ഇരുവശങ്ങളിലും വിവിധ വർണ്ണങ്ങളിലുള്ള പൊടിപ്പും തൊങ്ങലുകളും തുന്നിച്ചേർത്ത് ഏറെ വർണ്ണാഭമായാണ് മാധവൻ കൊടിക്കൂറ ഉണ്ടാക്കാറുള്ളത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രം, വൈക്കം, പാലക്കാട് തുടങ്ങി സംസ്ഥാനത്തെ വിവിധ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്കുള്ള കൊടിക്കൂറകളുടെയും
ശില്പിയായും മാധവൻ തിളങ്ങി. വിവിധ വിഷ്ണുമായ ക്ഷേത്രങ്ങളിലേക്ക് 101 നാക്കും അലങ്കാരപ്പണികളോടും കൂടി നെയ്തെടുത്ത ഉടുപ്പ് ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. നിരവധി വിദേശ രാജ്യങ്ങളിലേക്കും സംസ്ഥാന സ്കൂൾ കലോത്സവ പ്രതിഭകൾക്കുമായി 100 കണക്കിന് നൃത്തവസ്ത്രങ്ങളാണ് ഈ മൺമറഞ്ഞ കലാകാരൻ നെയ്തെടുത്തത്. മരണം വരെ തൊഴിൽ ചെയ്യണമെന്നായിരുന്നു മാധവന്റെ ആഗ്രഹം. കഴിഞ്ഞ ദിവസം രാത്രി അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിന് മുൻപായി ഒട്ടേറെ കൊടിക്കൂറകളും അലങ്കാര വസ്ത്രങ്ങളുമാണ് മാധവൻ രൂപപ്പെടുത്തിയത്. മക്കളായ തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ PTA വൈസ് പ്രസിഡന്റ് രാജേഷ് കുമാർ, സുരേഷ് കുമാർ, ദിനേഷ് കുമാർ എന്നിവർ അച്ഛന്റെ സഹായികളായി. ഇവർക്ക് തന്റെ ചുമതല കൈമാറിയാണ് മാധവൻ വിടവാങ്ങിയത്. TCV ന്യൂസ്, തൃപ്രയാർ. തനതായ നാട്യസംസ്കാരം കാത്തുസൂക്ഷിക്കുന്നതിൽ നാം ശരിയായ ചുമതല നിർവഹിക്കുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ട സമയമായെന്ന് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി MA ബേബി പറഞ്ഞു. ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ സ്മാരക ഫോക്ലോർ സെന്റർ പുരസ്കാരം തൃശൂരിൽ ഡോക്ടർ AK നമ്പ്യാർക്ക് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാംസ്കാരിക ആദിമ സ്രോതസ് നഷ്ടപ്പെട്ടു പോകാതെ കാത്തുസൂക്ഷിക്കേണ്ടതാണെന്നും MA ബേബി പറഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതതാളം അവതാളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇവിടെ ജീവിക്കാൻ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടതും തനത് സാംസ്കാരിക ജീവിതം കാത്തുസൂക്ഷിക്കേണ്ടതുമാണെന്നും ബേബി പറഞ്ഞു. ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ സ്മാരക ഫോക്ലോർ സെന്റർ പ്രസിഡന്റ് ഡോക്ടർ CT ജോസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിൻസെന്റ് പുത്തൂർ, ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, പ്രൊഫസർ ജോർജ് എസ് പോൾ, പ്രൊഫസർ VP ജോൺസ്, ഡേവിസ്